ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ള ടീമാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി. എങ്കിലും ഈ കഴിഞ്ഞ ഒരു 4 വർഷമായി ജലോത്സവ ലോകം പിടിച്ചെടുത്തിരിക്കുന്നവരാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഇവരും അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരും അടുത്ത പ്രദേശമാണെന്ന് പറഞ്ഞാൽ പോലും ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ കൃത്യമായിട്ട് പറയണം. 1988 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വള്ളംകുളങ്ങര ചുണ്ടനിൽ നെഹ്റു ട്രോഫി നേടുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന സമയം ഭേദിച്ചുകൊണ്ട് 4 മിനിറ്റ് 48 സെക്കൻഡ് എന്ന റെക്കോർഡിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അന്ന് വിജയിക്കുന്നത്. തുടർന്ന് അവർ 1998 ഈ ചമ്പക്കുളം കരയുടെ വള്ളമായ ചമ്പക്കുളം ചുണ്ടനിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എത്തുന്നു. അന്ന് മത്സരിക്കുന്നു, അന്ന് വിജയിക്കുന്നു. അന്നത്തെ മത്സരത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ, നമ്മുടെ കേരളീയനായ ഡോക്ടർ KR നാരായണൻ അവറുകളായിരുന്നു അന്നത്തെ വിശിഷ്ടാതിഥി. അദ്ദേഹത്തിന് നേരത്തെ തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് അന്നത്തെ ഹീറ്റ്സ് മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി മറ്റു ഫൈനൽ മത്സരങ്ങൾക്ക് മുൻപ് നെഹ്റു ട്രോഫിയുടെ ഫൈനൽ നടത്തുകയും അതിൽ വിജയിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ചുണ്ടനിൽ വിജയിക്കുകയും അങ്ങനെ അവർ ട്രോഫി ഏറ്റുവാങ്ങുകയും ചെയ്തു. വീണ്ടും നീണ്ട 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 2018 പായിപ്പാട്ട് ചുണ്ടനിൽ വന്ന് നെഹ്റു ട്രോഫി വീണ്ടും ഒരു തുടക്കം എന്നോണം നേടുന്നു. 2019 നടുഭാഗത്തിൽ നെഹ്റു ട്രോഫി നേടുന്നു. അവിടെ നിന്ന് അന്ന് വിനോദസഞ്ചാര വകുപ്പ് ഏർപ്പെടുത്തിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സര വള്ളംകളിയിൽ 12ൽ 11 മത്സരങ്ങളിലും വിജയിക്കുന്നു. അവരും സന്തോഷകരമാണ്. കാരണം ഒരു കര അക്കരെ നടുഭാഗം, മറുകര ചമ്പക്കുളം. ഈ 11 മത്സരത്തിൽ വിജയിക്കുന്നു, ഒരു മത്സരത്തിൽ വിജയിച്ച ചമ്പക്കുളമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അഭിമാനമായിരുന്നു. വീണ്ടും രണ്ടാം സീസണിൽ 2022 വീയപുരത്തിൽ പള്ളാത്തുരുത്തി വരുന്നു. 12 മത്സരങ്ങളിൽ 8 മത്സരങ്ങളിൽ വിജയിക്കുന്നു. മൂന്നാം സീസണിൽ മഹാദേവിക്കാട് കാട്ടുതെക്കേതിൽ വരുന്നു. മൂന്നാം സീസണിൽ അവർ വീയപുരത്തിൽ വരുന്നു. അതിലും 12ൽ 8 മത്സരങ്ങളിൽ വിജയിക്കുന്നു. അങ്ങനെ 3 സീസണുകളിലായി 12 36 മത്സരങ്ങളിൽ 27 മത്സരങ്ങളിലും വിജയിച്ചവരാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അവരാണ് ഇന്ന് ജലോത്സവ ലോകത്തെ ഏറ്റവും കിഡിലൻ പ്രകടനം കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞ് UBC കൈനഗരിയെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. UBC കൈനഗരി 12 തവണ നെഹ്റു ട്രോഫി നേടിയവരാണ്. 1963 ഗിയർഗോസിലും 64 സെന്റ് ജോർജിലും 65ലും 68ലും പാർത്ഥസാരഥിയിലും 70ൽ കല്ലൂപ്പറമ്പനിലും 76ൽ കാരിച്ചാലിലും 79ൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയിൽ നേടുന്നു. ഒപ്പം അവർ ഇന്ന് കാണുന്ന മാസ്റ്ററിലിൻ്റെ ഉടമക്കാരായ CK സദാശിവൻ അവരുടെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫിയിൽ മാസ്റ്ററിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ 79ൽ വിജയിക്കുന്നു. വീണ്ടും 89ലും 90ലും 91ലും ചമ്പക്കുളത്തിൽ വിജയിക്കുന്നു. 93ൽ കല്ലൂപ്പറമ്പനിൽ വിജയിക്കുന്നു. 2014 അവർ വീണ്ടും ചമ്പക്കുളം പുത്തൻ ചുണ്ടനിൽ പച്ചത്തടിയിൽ വന്ന് അവർ നിലവിലുണ്ടായിരുന്ന ശ്രീഗണേഷ് ചുണ്ടൻ്റെ 4 മിനിറ്റ് 33.96 സെക്കൻഡ് എന്ന സമയം തിരുത്തിക്കൊണ്ട് 4 മിനിറ്റ് 33.18 സെക്കൻഡ് കൊണ്ട് കടന്നുപോയി. എന്ന് പറഞ്ഞാൽ ആ ടൈമിനെയും ഭേദിക്കുന്നവരായിരുന്നു 2016 വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ ചുണ്ടനിൽ എത്തിക്കൊണ്ട് 4 മിനിറ്റ് 15.10 സെക്കൻഡ് കൊണ്ട് ഹീറ്റ്സിൽ അവർ കടന്നുപോയി. പക്ഷേ ഫൈനലിൽ അവർക്ക് 4 മിനിറ്റ് 22.10 സെക്കൻഡ് കൊണ്ടാണ് കടന്നുപോയത്. പക്ഷേ അവർ അന്ന് വിജയിച്ചു. വീണ്ടും 2017 നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗത കൂടിയ രാജനായി വേമ്പനാട് ബോട്ട് ക്ലബ്ബ് അവതരിപ്പിച്ച പായിപ്പാട് ചുണ്ടൻ 4 മിനിറ്റ് 14.82 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. അങ്ങനെ 4 മിനിറ്റ് 14.82 സെക്കൻഡ് എന്ന പായിപ്പാട് ചുണ്ടൻ്റെ റെക്കോർഡ് സമയമാണ് വേമ്പനാട് ബോട്ട് ക്ലബ്ബാണ് അന്ന് തുഴഞ്ഞത്. അവരാണ് ഇന്ന് നിലവിലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പുന്നമടയുടെ 1140 1150 മീറ്റർ ദൈർഘ്യം വരുന്ന ഓളപ്പരപ്പിലെ ഏറ്റവും വേഗത കൂടിയ ജലരാജനായി മാറുന്നത്.